പ്രേമികളും ആരാധകരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം ജനനായകൻ വീണ്ടും ചർച്ചകളിൽ. മുഖ്യമന്ത്രി വിജയ് നായകനായി എത്തുന്ന ചിത്രം ജൂൺ 19 തിയേറ്ററുകളിൽ എത്തുമെന്ന വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഡിസ്ട്രിക്ട് എന്ന മൊബൈൽ ആപ്പിലൂടെയാണ് റിലീസ് തീയതി സംബന്ധിച്ച വിവരം ആദ്യം പുറത്തു വന്നത്. ജൂൺ 22 വിജയുടെ പിറന്നാളും അടുത്തിരിക്കെ റിലീസ് വാർത്ത ആരാധകരിൽ വലിയ ആവേശമുണർത്തിയിരിക്കുകയാണ്. എന്നാൽ ചിത്രത്തിന്റെ നിർമ്മാതാക്കളിൽ നിന്ന് ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. അതേസമയം ഡിസ്ട്രിക്ട് ആപ്പിൽ വിവരങ്ങൾ പ്രത്യക്ഷപ്പെട്ടതോടെ ചിത്രം ജൂണിൽ തന്നെ എത്തുമെന്ന പ്രതീക്ഷ ശക്തമായിരിക്കുകയാണ്. തമിഴ്നാട് മുഖ്യമന്ത്രിയായതിനു ശേഷം വിജയ് അഭിനയിക്കുന്ന ആദ്യ ചിത്രം എന്ന പ്രത്യേകതയും ജനനായകന് വലിയ ശ്രദ്ധ നേടിക്കൊടുക്കുന്നു. കഴിഞ്ഞ പൊങ്കലിന് റിലീസ് ചെയ്യാനിരുന്ന ചിത്രം സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിലെ കാലതാമസവും ഓൺലൈനിൽ ദൃശ്യങ്ങൾ ചോർന്ന സംഭവവും കാരണം മാറ്റിവെക്കേണ്ടി വന്നിരുന്നു. ഇപ്പോഴും ചിത്രത്തിന് സെൻസർ ബോർഡിന്റെ അന്തിമ അനുമതി ലഭിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ. സൈനിക രംഗങ്ങളും ചില വിവാദ ദൃശ്യങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് മുൻപ് സർട്ടിഫിക്കറ്റ് നിഷേധിച്ചതെന്ന് സൂചനയുണ്ട്. തുടർന്ന് ചില രംഗങ്ങൾ മാറ്റി വീണ്ടും ചിത്രം സെൻസർ ബോർഡിന് സമർപ്പിച്ചതായും റിപ്പോർട്ടുകളിൽ പറയുന്നു. ഇതിനിടെ ചിത്രത്തിന്റെ നിർമ്മാതാവ് വെങ്കട് കെ നാരായണ തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനു പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ചിത്രം സെൻസർ സർട്ടിഫിക്കറ്റിനായി കാത്തിരിക്കുകയാണ്. എത്രയും വേഗം അനുമതി നേടി റിലീസ് ചെയ്യാനാണ് ശ്രമമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ദളപതി വിജയ് എന്നതിനു പകരം മുഖ്യമന്ത്രി വിജയ് എന്ന പേരിലാണ് ചിത്രത്തിൽ താരം പ്രത്യക്ഷപ്പെടുക എന്ന റിപ്പോർട്ടുകളും ശ്രദ്ധ നേടുന്നുണ്ട്. ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി ആരാധകർ ഇപ്പോഴും കാത്തിരിക്കുകയാണ്.